ഇന്ന് നമുക്ക് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്താണെന്ന് പഠിക്കും. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഇറ്റ് ഈസ് A is equal to A11, A12, A13, A21, A22, A23, A31, A32, A33. നമുക്കറിയാം എന്താണെന്ന്. ഒരു ജനറൽ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3. ദറ്റ് ഈസ് ജനറൽ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3. മൂന്ന് റോസും 3 കോളംസും ഉണ്ട്. ഇവിടെ ഇതിൻ്റെ റോസിനെ കോളംസ് ആക്കി മാറ്റി എഴുതുന്നു, അല്ലെങ്കിൽ കോളംസിനെ റോസ് ആക്കി മാറ്റി എഴുതുന്നു. അപ്പോൾ കിട്ടുന്ന മെട്രിക്സ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് കോളം എടുത്ത് ഫസ്റ്റ് റോ ആക്കുന്നു. ദറ്റ് ഈസ് A11, A21, A31. ദെൻ സെക്കൻഡ് കോളം A12, A22, A32. Then A13, A23, A33. ഈ ഇപ്പോൾ കിട്ടിയ മെട്രിക്സിനെയാണ് നമ്മൾ പറയുന്നത് ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ് എ. അതായത് എയുടെ ട്രാൻസ്പോസ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഡാഷ് ഓർ എ ടി ഓർ എ സ്മോൾ ടി. റൈറ്റ് ടോപ്പിൽ ഡാഷോ ടിയോ എഴുതും. ദറ്റ് ഈസ് എ ട്രാൻസ്പോസ്. അപ്പോൾ എ ട്രാൻസ്പോസ് കിട്ടാൻ ഇൻ്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ്. റോസും കോളംസും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2, 1, 3, -1, 0, 5. Then A transpose. A dash is equal to first column first row ആക്കി മാറ്റുന്നു. 2, 3, 0. 1, -1, 5. A transpose 2, 3, 0, 1, -1, 5. ഈ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ 2/3 ആയിരുന്നു. 3/2. ഫസ്റ്റ് ഇതിൻ്റെ ഓർഡർ എയുടെ ഓർഡർ 3/2 ആയിരുന്നു. എങ്കിൽ എ ഡാഷിൻ്റെ ഓർഡർ 2/3 ആയിരിക്കും. ഇവിടെ 3 റോസും 2 കോളംസും. ഇവിടെ വരുമ്പോൾ അത് 2 റോയും 3 കോളംസും. അപ്പം ഇങ്ങനെയാണ് ഒരു ട്രാൻസ്പോസ് ഫോം ചെയ്യുന്നത്, ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. നമുക്കൊരു ജനറൽ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്താണെന്ന് നോക്കാം. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ. ജനറൽ മെട്രിക്സിന് ഇങ്ങനെ എഴുതാം എന്ന് നമ്മൾ പഠിച്ചു. ഓഫ് ഓർഡർ m/n. ദെൻ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ജെ ഐ. ഇറ്റ് ഈസ് ഓഫ് ഓർഡർ n/n. എ ജെ ഐ ആയിരിക്കും ഇതിൻ്റെ ട്രാൻസ്പോസ്. Here I varies from 1 to m and j varies from 1 to n. ഇവിടെ അതേപോലെ j varies from 1 to m, j varies from 1 to n. ബൈ ജെ ഐ ഫോമിൽ ഇടുന്ന മെട്രിക്സ് ആയിരിക്കും എയുടെ ട്രാൻസ്പോസ്. ഇനി നമുക്കറിയാം ഒരു മെട്രിക്സിനെ ട്രാൻസ്പോസ് ചെയ്തു. A is equal to 1, 2, -1, 3. എങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എ ഡാഷ് 1, -1, 2, 3. ഇതിനെ വീണ്ടും ട്രാൻസ്പോസ് ചെയ്താൽ കിട്ടുന്നത് ദറ്റ് ഈസ് എ ഡാഷിൻ്റെ ട്രാൻസ്പോസ്. ദറ്റ് ഈസ് ഇൻ്റർചേഞ്ചിങ് ദിസ് റോസ് ആൻഡ് കോളംസ്. 1, 2, -1, 3. എന്ത് തന്നെ കിട്ടി? എ തന്നെ കിട്ടി. എ എന്നുള്ള മെട്രിക്സ് തന്നെയാണ് എ ഡാഷ് ദ ഹോൾ ഡാഷ്. അപ്പോൾ ദ ഫസ്റ്റ് പ്രോപ്പർട്ടി എ ഡാഷ് ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഇറ്റ്സെൽഫ്. അതേപോലെ സെക്കൻഡ് പ്രോപ്പർട്ടി എ പ്ലസ് ബി
the all dash, where A and B are two matrices possible to or conformable to addition. അതായത് രണ്ട് മെട്രിസസ് ആണ് എയും ബിയും, അത് ആഡ് ചെയ്യാൻ കഴിയുന്ന രണ്ട് മെട്രിസസ് ആണ് എങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എ ഡാഷ് പ്ലസ് ബി ഡാഷ്, ദറ്റ് ഈസ് ട്രാൻസ്പോസ് ഓഫ് എ സം ഇസ് ഈക്വൽ ടു സം ഓഫ് ദ ട്രാൻസ്പോസ്. അതായത് രണ്ട് മെട്രിക്സിൻ്റെ സമ്മിൻ്റെ ട്രാൻസ്പോസുകളുടെ സമ്മിന് തുല്യമായിരിക്കും. ദെൻ മൂന്നാമത്തെ പ്രോപ്പർട്ടി കെ എ ദ ഓൾ ഡാഷ്, that is k into a dash. Here k is any scalar. K is any scalar, A is a matrix. Then k into k the all dash, that is equal to k into a transpose or a dash. Then fourth one, A into B the all dash. ഇത് ശ്രദ്ധിക്കണം. That is B dash into A dash. റിവേഴ്സ് ഓർഡറിലാണ് വരുന്നത്. എ ബി ദ ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അതായത് റിവേഴ്സ് ഓർഡർ. നമുക്കിനിയും ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസ് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1, 3, 2, 4 and B is equal to matrix 1, 1, 4, 2, 5. Verify that first one, A plus B the all dash is equal to A dash plus B dash. That is A plus B the all transpose is A transpose plus B transpose. Second one, AB the all dash, that is B dash into A dash. Reversal law. AB the all dash or AB the all transpose is B transpose into A transpose. ഇത് രണ്ടും നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. നോക്ക് എ പ്ലസ് ബി, ഫസ്റ്റ് വൺ എ പ്ലസ് ബി ദ ഓൾ ഡാഷ്, അത് എ ഡാഷ് പ്ലസ് ബി ഡാഷ് ആണെന്ന് വെരിഫൈ ചെയ്യണം. അതിനുവേണ്ടി എ പ്ലസ് ബി ആദ്യം കാണുന്നു, അതിൻ്റെ ട്രാൻസ്പോസ് എഴുതും. ദെൻ എൽ എച്ച് എസ് അത് കഴിഞ്ഞു. ദെൻ എ ഡാഷ്, എ ട്രാൻസ്പോസ് കാണുന്നു, ബി ട്രാൻസ്പോസ് കാണുന്നു, രണ്ടും കൂടി ആഡ് ചെയ്യും. അത് രണ്ടും തുല്യമാണെന്ന് ചെക്ക് ചെയ്താണ്. ഇവിടെ നമുക്ക് ആദ്യം എ പ്ലസ് ബി കാണാൻ പറ്റുമോ? ഓക്കെ, ഇത് രണ്ടും സെയിം ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ് ആണ്, അഡീഷൻ പോസിബിൾ ആണ്. അതുകൊണ്ട് എ പ്ലസ് ബി നമുക്ക് കാണാം. എ പ്ലസ് ബി, ഫസ്റ്റ് വൺ എ പ്ലസ് ബി, കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. 1 + 1 2, 3 + 4 7, 2 + 2 4, 4 + 5 9. Then അതിൻ്റെ ട്രാൻസ്പോസ് എ പ്ലസ് ബി ദ ഓൾ ഡാഷ്, കോളംസ് റോസും കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. 2 7 എന്നുള്ളത് ഫസ്റ്റ് കോളം ആക്കി ഇടുന്നു. 4 9 സെക്കൻഡ് കോളം. ഇനി ഇത് തന്നെയാണ് എ ഡാഷ് പ്ലസ് ബി ഡാഷ് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് എ ഡാഷ് പ്ലസ് ബി ഡാഷ്, that is A the transpose 1 2 3 4 ഇൻ്റർചേഞ്ച് ചെയ്തു. പ്ലസ് ബി അതേപോലെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. 1 2 4 5, that is sum 1 + 1 2, 2 + 2 4, 3 + 4 7, 4 + 5. നോക്ക്, എ പ്ലസ് ബി ദ ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ബി ഡാഷ്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. അതേപോലെ നമുക്ക് സെക്കൻഡ് പാർട്ട് എ ബി ദ ഓൾ ഡാഷ്. അതിന് നമുക്ക് എ ബി കണ്ടുപിടിക്കണം. എ ബി
that is 1 3 2 4 into 1 4 2 5. മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ? ഓക്കെ, രണ്ടും 2/2 ഓർഡറുള്ള സ്ക്വയർ മാട്രിക്സ് ആണ്. അഡീഷൻ പോസിബിൾ, മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. Then first row into first column, 1 into 1, 1 plus 3 into 2, 1 plus 6, 7. Then first row into second column, 1 into 4, 4 plus 3 into 5, 15. 4 plus 15, 19. Then second row into first column, 2 into 1, 2 plus 4 into 2, 8. 2 plus 8, 10. Then second row into second column, 2 into 4, 8 plus 4 into 5, 20, 28. എ ബി കിട്ടി എങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എ ബി ദ ഓൾ ഡാഷ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. 7 10 19 28. രണ്ടാമത്തെ ഫസ്റ്റ് പാർട്ട് ലെഫ്റ്റ് സൈഡ് ചെയ്തു എ ബി ദ ഓൾ ഡാഷ്. ദെൻ റൈറ്റ് സൈഡ് ബി ഡാഷ് ഇൻറ്റു എ ഡാഷ്. ബി ഡാഷ് ബിയുടെ ട്രാൻസ്പോസ് 1 2 4 5. A dash 1 2 3 4. This is equal to multiplication. First row into first column, 1 into 1 1, 1 plus 2 into 3 6 7. Again first row into second column, 2 plus 8 10. Then second row into first column, 4 into 1 4 plus 5 into 3, 15 plus 4 19. Then second row into second column, 4 into 2 8 plus 5 into 4 20 28. അപ്പോൾ ഇങ്ങനെ കിട്ടി എ ബി ദ ഓൾ ഡാഷ് ഈസ് ബി ഡാഷ് ഇൻറ്റു എ ഡാഷ്. രണ്ടും സെയിം മെട്രിക്സ്. ഓക്കെ.